നവീകരണ ജോലികൾ പൂർത്തിയാക്കാതെ കലൂർ സ്റ്റേഡിയം സ്പോൺസർ GCDAക്ക് കൈമാറി. സ്റ്റേഡിയത്തിലെ ജോലികൾക്കായി സ്പോൺസർക്ക് നൽകിയ കാലാവധി കഴിഞ്ഞതോടെയാണ് നവീകരണം പാതി വഴിയിലാക്കി സ്റ്റേഡിയം കൈമാറിയത്. സ്റ്റേഡിയത്തിലെ ബാക്കിയുള്ള നവീകരണ ജോലികൾ GCDAയും സ്പോൺസറും സംയുക്തമായി പൂർത്തിയാക്കാനാണ് നീക്കം. അർജന്റീന ടീമിന്റെ കേരള സന്ദർശനത്തിനായാണ് കൊച്ചി സ്റ്റേഡിയം സെപ്റ്റംബർ 26-ന് സ്പോൺസർക്ക് വിട്ടുനൽകിയത്. മത്സരം നടക്കുമെന്ന് സ്പോൺസർ പ്രഖ്യാപിച്ചതു പ്രകാരം ഇന്നുവരെയായിരുന്നു കാലാവധി. ഇതിനിടെ സ്റ്റേഡിയത്തിൽ 70 കോടി രൂപയുടെ നവീകരണം നടത്തുമെന്ന് സ്പോൺസർ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ പ്രഖ്യാപിച്ച നവീകരണ പ്രവർത്തനങ്ങൾ പാതി വഴിയിലാക്കിയാണ് സ്റ്റേഡിയം GCDAക്ക് കൈമാറുന്നത്. പുതിയ കവാടം, ചുറ്റുമതിൽ, VVIP സിറ്റിംഗ് ഏരിയ, സീറ്റിംഗ് അറേഞ്ച്മെന്റ് സംവിധാനം, ടർഫ് നവീകരണം, ഇലക്ട്രിക് സംവിധാനം, ലൈറ്റിംഗ് സംവിധാനം എന്നിവയായിരുന്നു സ്പോൺസറുടെ വാഗ്ദാനം. കവാടത്തിന്റെയും ചുറ്റുമതിലിന്റെയുമെല്ലാം പണികൾ ഇനിയും പൂർത്തിയാകാനുണ്ട്. ഈ ജോലികൾ ഇനി GCDAയും സ്പോൺസറും സംയുക്തമായി പൂർത്തിയാക്കുമെന്നാണ് GCDA വ്യക്തമാക്കുന്നത്. ഇതിനായി GCDA എഞ്ചിനീയറിംഗ് വിഭാഗം സ്റ്റേഡിയത്തിൽ പരിശോധന നടത്തും. അതേസമയം സ്പോൺസറുമായി വ്യക്തമായ കരാറില്ലാത്തതിനാൽ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ അവ്യക്തതയുണ്ട്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.